സൂറത്തുൽ ഫാത്തിഹ ഖുർആനിലെ മർമ്മപ്രധാനമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങൾ എഴുതി അവസാനിപ്പിക്കുക വളരെ പ്രയാസകരമാണ്. ആയിരക്കണക്കിന് ബാഹ്യവും അതുപോലെ തന്നെ ആന്തരികവുമായ ഗുണങ്ങളുണ്ടെന്ന് ഖസീനത്തുൽ അസ്റാർ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതൊരു രോഗിയും 41 പ്രാവശ്യം ബിസ്മിയുടെ അവസാനം നിർത്താതെ അൽഹംദു ചേർത്തുകൊണ്ട് ഫാത്തിഹ ഓതിയാൽ ശിഫ കിട്ടുന്നതാണ്. സാധാരണ നാം ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണല്ലോ ഓതാറുള്ളത്. ബിസ്മിയുടെ അവസാനം നിർത്താതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ബിസ്മിയുടെ അവസാനം നിർത്താതെ ഹംദോടുകൂടി ചേർത്തോതിയാൽ 41 പ്രാവശ്യം ബിസ്മിയും ഹംദും ചേർത്തോതിയാൽ വേഗത്തിൽ ശിഫ കിട്ടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. സുബഹയുടെ സുന്നത്തിന്റെയും സുബഹ നിസ്കാരത്തിന്റെയും ഇടയിൽ 41 പ്രാവശ്യം നിത്യമാക്കിയാൽ അവന് ലഭിക്കുന്നത് ജീവിതത്തിൽ ഐശ്വര്യം ലഭിക്കുകയും അവന്റെ കടങ്ങൾ വീടുകയും ആരോഗ്യം അള്ളാഹു നിലനിർത്തി കൊടുക്കുകയും അവന് സമൂഹത്തിൽ നല്ല ബഹുമതിയും നല്ല സ്വീകാര്യതയും അള്ളാഹു നൽകുകയും ചെയ്യുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. കണ്ണുമായി ബന്ധപ്പെട്ട കണ്ണിന്റെ വേദനകൾക്ക് അതിവിശിഷ്ടമായൊരു മരുന്നുകൂടിയാണ് സൂറത്തുൽ ഫാത്തിഹ 41 തവണ പാരായണം ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും ശാരീരികമായ പ്രയാസങ്ങൾ ഒക്കെ നാം അനുഭവിക്കുന്നുണ്ടാകാം. ഇതിനെല്ലാം ഒരു പരിഹാരമാണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ കഴിവിൻ്റെ പരമാവധി സൂറത്തുൽ ഫാത്തിഹ നന്നായി പഠിക്കുകയും അത് കൃത്യമായി പാരായണം ചെയ്യുകയും ചെയ്യേണ്ടത് അനിവാര്യമുള്ള കാര്യമാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ മുഴുവൻ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി തരട്ടെ.